യെസ്, അങ്ങനെ ഫൈനലി അർമാൻഡോ സദിക്കു നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മാർക്കസ് മെർഗലോവോ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു ഫോറിൻ താരം ആരാണെന്ന് സ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും അർമാൻഡോ സദിക്കുവാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും അർമാൻഡോ സദിക്കുമായിട്ട് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് എഗ്രിമെൻ്റ് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കോച്ചും സംസാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. സോ ആ ഒരു പ്ലെയർ ആരാണെന്ന് അറിയില്ല, അർമാൻഡോ സദിക്കു എന്ന് പറയുന്നു. സോ അദ്ദേഹമായിരിക്കാം. എന്തായാലും അദ്ദേഹവും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സംസാരം ശരിയായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാൻ പോകുന്നില്ല. അതിപ്പോൾ മാർക്കസ് മെർഗലോവ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അവർ ലെവൽ ബെസ്റ്റ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സൈൻ ചെയ്യാനെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ പറ്റിയില്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബംഗളൂരു എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ലീഗ് അപ്ഡേറ്റാണ്. ബംഗളൂരു എഫ് സി പെഡ്രോ കാപ്പോ എന്ന് പറയുന്ന പ്ലെയറിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷൻ കളിക്കുന്ന ഒരു താരമാണ്. എന്തായാലും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു പൊസിഷനിൽ അദ്ദേഹം അധികമായിട്ട് കളിച്ചതായിട്ട് കാണുന്നില്ല. എന്തായാലും ഒരു ലോ പ്രൊഫൈൽ താരമാണ്, ഹൈ പ്രൊഫൈൽ താരമായിട്ട് തോന്നുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വലിയ തുക അവരുടെ ബാക്കി പ്ലേയേഴ്സിൽ, അതായത് ഇപ്പോൾ കുറേയധികം താരങ്ങളെ കൊണ്ടുവന്നല്ലോ, അവർ ചിലവാക്കിയതുകൊണ്ടായിരിക്കാം ഇതിൽ കുറച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തിയിരിക്കുന്നത്. എന്തായാലും സെക്കൻഡ് ഇയർ കളിക്കുന്ന ഒരു താരമാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു താരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ സീസൺ തുടങ്ങിയാലേ കണ്ടറിയാൻ സാധിക്കത്തുള്ളൂ. ഏതാണ്ട് 454 മത്സരങ്ങളിൽ നിന്ന് 23 ഗോളും 2 അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരുള്ളൂ. അദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, സെൻട്രൽ ബാക്ക് പൊസിഷൻ കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ അതുകൊണ്ടായിരിക്കാം